Hi, hello, this is Shajas from TunePro Audio. നമ്മൾ ജിമിനിയിനകത്തൊരു ബേസിക് ഓഡിയോ അപ്ഗ്രേഡ് ആണ് കാണിക്കുന്നത്. ജസ്റ്റ് ഫ്രണ്ട് കോമ്പണൻറ്റും ബാക്ക് കോയാക്സിൽ ഡാമ്പിങ് ഇത്രയേ ഉള്ളൂ. പക്ഷേ ജിമിനിയിൽ ഓഡിയോ അപ്ഗ്രേഡ് ചെയ്ത കസ്റ്റമേഴ്സിന് അവർക്ക് അറിയാൻ പറ്റും എല്ലാ ബ്രാൻഡിലും എല്ലാ സ്പീക്കേഴ്സും ആ വണ്ടിയിൽ പോസിബിൾ അല്ല. കാരണം അതിൻ്റെ മാഗ്നറ്റ് സൈസ് കൂടുന്തോറും സ്പീക്കേഴ്സിൻ്റെ മാഗ്നറ്റ് സൈസ് കൂടുന്തോറും ബാക്കിലെ വോളിൽ പോയി ബാക്കിലെ ചാനൽസ് ഉണ്ട് അതിൽ പോയി തട്ടുന്ന പ്രശ്നവും സ്പേസർ ഇട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാൽ ഡോർ പാഡിൽ പോയി ടച്ച് ചെയ്യുന്ന ഒരു പ്രശ്നം ആ വണ്ടിയിലുണ്ട്. അതുപോലെ ഒരു 5/4 ഡയ ആണ് ടോട്ടൽ മെറ്റലിനുള്ളൂ. അപ്പോൾ അതിനകത്തൊരു 6 ഇഞ്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വെക്കുമ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ബ്രാൻഡിലും എല്ലാതും പോസിബിൾ അല്ല. പക്ഷേ ചില ബ്രാൻഡ്സിലെല്ലാം കുറച്ചൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി പൈനിയർ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്, കസ്റ്റം ഫിറ്റ് ഫോർ എ ജിമിനി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ജിമിനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അഡാപ്റ്റേഴ്സാണ് ഫുള്ളി യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ആ കിറ്റിനകത്തുള്ളത് അതിൻ്റെ സ്പേസർ ആണെന്നുണ്ടെങ്കിലും സ്ക്രൂസിൻ്റെ പൊസിഷനാണെന്നുണ്ടെങ്കിലും അതുപോലെ ട്യൂട്ടർ പോർട്സ് റെഡിമെയ്ഡ് ആ കിറ്റിനകത്ത് തന്നെ ലെഫ്റ്റ് റൈറ്റ് ട്യൂട്ടർ പോർട്സ് ഉണ്ട്. അപ്പോൾ ആ ട്യൂട്ടർ നേരിട്ട് അതിനെ കൊണ്ടുവന്ന് ഒറിജിനൽ ലൈനിൽ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതുപോലെ സ്പേസേഴ്സും ഇതെല്ലാം ആ വണ്ടിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തേക്കുന്നതാണ്. ഇതൊരു ഹൈഫൈ പ്രൊഡക്റ്റ് ഒന്നുമല്ല, ജസ്റ്റ് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഡാമ്പിങ് കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോ ബേസിലും ഇൻസ്ട്രുമെൻ്റൽ ക്വാളിറ്റിയും ഹൈസും ഒക്കെ ഒന്ന് കുറച്ച് വ്യത്യാസം വരും. HF വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ ആ വണ്ടിയുടെ ടോട്ടൽ ഒരു ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ പ്രാവശ്യം ചെയ്യുന്നത്. ഇതാണ് ആ പൈനിയറിൻ്റെ പ്രോഡക്റ്റ്. ഇത് ഫ്രണ്ട് കോമ്പണൻ്റ് ആണ്. H650 എന്ന് പറയുന്ന മോഡൽ. ഒരു 40 വാട്ട്സ് RMS ഉള്ള സ്പീക്കേഴ്സാണ്. 6.25 ഇഞ്ചിലാണ് സ്പീക്കേഴ്സ് വരുന്നത്. എന്നാലും അതിൻ്റെ അഡാപ്റ്റർ എല്ലാം ഉള്ളതുകൊണ്ട് ജിമ്മിലോട്ട് കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് കോമ്പണൻറ്റിന് വരുന്നത് 13,590 ആണ് MRP വരുന്നത് ഫ്രണ്ട് കോമ്പണൻറ്റിന്. ഇതാണ് അതിൻ്റെ മിഡ് ബേസ് വരുന്നത്. 40 വാട്ട്സ് 4 ohmsൽ 40 വാട്ട്സ് മിഡ് ബേസ് വരുന്നുണ്ട്. കംപ്ലീറ്റ് മാരുതിക്ക് വേണ്ടിയുള്ള സ്ക്രൂസും കിറ്റുകളും എല്ലാം ഉണ്ട്. അതിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റ്സ്, സ്റ്റിക്കേഴ്സ്, മാരുതിയുടെ ഒറിജിനൽ സോക്കറ്റ്, പ്ലഗ് ചെയ്യാനുള്ള സോക്കറ്റ്സ്, ട്യൂട്ടേഴ്സ് മൗണ്ട് ചെയ്യാനുള്ള ബ്രാക്കറ്റ്സുകൾ പ്ലസ് ട്യൂട്ടർ. അപ്പം ഇത്രയാണ് ഇതൊരു കോമൺ കിറ്റിൽ വരുന്നത്. ഇതെൻ്റെ ബാക്ക് സ്പീക്കർ കോയാക്സിൽ സെയിം വാട്ട് തന്നെയാണ് വരുന്നത്. ബാക്ക് കോയാക്സിൽ സ്പീക്കർ H650F എന്ന് പറയുന്ന ഒരു മോഡൽ. 40 വാട്ട്സ് RMS തന്നെയാണ് ഈ സ്പീക്കേഴ്സും വരുന്നത്. സെയിം പൈനിയറിൻ്റെ ബാക്ക് കോയാക്സിൽ 40 വാട്ട്സ് 4 ohms. ബാക്കിലെ കിറ്റിൻ്റെ കൂടെ തന്നെ വരുന്നത് സെയിം അതിൻ്റെ സ്റ്റിക്കേഴ്സും മാരുതിക്ക് വേണ്ടി സ്ക്രൂസ് ടൈറ്റ് ചെയ്യാനുള്ള കിറ്റ്, സോക്കറ്റ്, മാനുവൽ. ഇത്രയാണ് ബാക്ക് കോയാക്സിലിൻ്റെ കൂടെ കിറ്റിൽ വരുന്നത്. ഇതാണ് നമ്മുടെ ജിമിനിയുടെ ഫാക്ടറി ഫിറ്റഡ് സ്പീക്കേഴ്സ് വരുന്നത്. 4 ohms 20 വാട്ട്സ്. ഇതിൽ നിന്ന് നമ്മൾ നേരെ പൈനിയറിലോട്ടാണ് പോകുന്നത്. 4 ohms 40 വാട്ട്സ് സ്പീക്കേഴ്സിലോട്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബിൽഡ് ക്വാളിറ്റി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നുള്ളത്. ഇത് രണ്ടുമാണ് ബ്രാക്കറ്റ്സ് വരുന്നത്. ഇതിനകത്തൊരു വ്യത്യാസം കാണിച്ചിരിക്കുന്നത് ബ്രാക്കറ്റ് ഫോർ ഫ്രണ്ട് സ്പീക്കർ, ബ്രാക്കറ്റ് ഫോർ റിയർ സ്പീക്കർ. രണ്ടും 2 ഐറ്റമാണ്. മോഡൽ നമ്പർ 650RR എന്ന് പറയുന്നതും FR എന്ന് പറയുന്ന മോഡൽ. ഇതിൻ്റെ സ്പേസേഴ്സ് ആണ്. ആ സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പേസേഴ്സ് ആണ് വരുന്നത്. ഇതാണ് നമുക്ക് ട്യൂട്ടർ ഫിറ്റ് ചെയ്യാനുള്ള മൗണ്ട് കിറ്റിനകത്ത് വരുന്നത്. ഈ ഒരു ട്യൂട്ടർ ഇപ്പോൾ നേരെ ഇപ്പോൾ ഈ പോർട്ടിനകത്തോട്ട് നേരെ പ്ലഗ് ചെയ്താൽ മതി. അത്രയേ വരുന്നുള്ളൂ. അതുപോലെ ഫ്രണ്ട് ആൻഡ് റിയർ സ്പേസേഴ്സ്, ഫ്രണ്ട് ആൻഡ് റിയർ സ്പേസർ ഇതും കറക്റ്റ് മൗണ്ടാണ്. ഇത് മുകളിലോട്ടും താഴോട്ടും വെക്കേണ്ട ആര് വരെ ഇതിനകത്ത് ഒരു ഇട്ട് വെച്ചിട്ടുണ്ട്. ഏത് പൊസിഷനിൽ ഇത് ഫിറ്റ് ചെയ്യണമെന്ന് വരെ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഫ്രണ്ട് ഡോറ് ഡാമ്പിങ്ങിന് മുമ്പുള്ളൊരു വിഷ്വലാണിത്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ലെയർ ഇൻസൈഡ് 3 ലെയർ ചെയ്യുന്നതുകൊണ്ട് ഇൻസൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിക്കകത്ത് ബാക്ക് 2 ലെയർ ഡാമ്പിങ് പ്ലസ് ഫ്രണ്ട് 3 ലെയർ ഡാമ്പിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ഹൈഫൈ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അല്ല. ജസ്റ്റ് ആ വണ്ടിയുടെ OEM ഫിറ്റിങ്ങിൽ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രൊഡക്റ്റാണ്. അടുത്തൊരു കാർ ഓഡിയോ ബിൽഡുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.